എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ ഹുസൈൻ സലഫി പാട്ടുകാടി പറയുന്നൊക്കെ ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിലെ പരീക്ഷണം പോലും തെരുവിൽ വലിച്ചഴച്ച് തോന്നിവാസം പറയണേ. ഇതേ ബായാർ തങ്ങൾക്ക് 18 കൊല്ലമായി അയാളുടെ ഭാര്യയുമായിട്ടുണ്ടായിരുന്ന കുടുംബ പ്രശ്നം തീർക്കാൻ സാധിക്കാതെയല്ലേ അദ്ദേഹം 2ാം വിവാഹം കഴിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഉപ്പളയിൽ വെച്ച് നടന്ന മുജാഹിദ് ആദർശ സമ്മേളനത്തിൽ ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി കാസർഗോഡ് ജില്ലയിൽ ആത്മീയ ചൂഷണത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ഒരു തങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ബായാറിലുള്ള ബായാർ തങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു കുബൂരി പുരോഹിതനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും ചേർന്ന് പാമര ജനതയുടെ അറിവില്ലായ്മയെ മുതലെടുത്തുകൊണ്ട് ആത്മീയ ചൂഷണം നടത്തുന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാന്യനായ പണ്ഡിതൻ സംസാരിച്ച സംസാരത്തിൽ നിന്ന് ഏതാനും ഭാഗങ്ങൾ അടർത്തി മാറ്റിക്കൊണ്ട് വ്യക്തിഹത്യ ചെയ്യുകയാണ്, വ്യക്തികളെ തേജോവധം ചെയ്യുകയാണ് എന്ന രൂപത്തിൽ മമ്പാട്ടുകാരൻ വായാടി വഹാബ് സക്കാഫിയുടെ ഒരു സംസാരം കേൾക്കാനിടയായി. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. മമ്പാട്ടുകാരൻ വായാടിയോട് ആദ്യം തന്നെ പറയട്ടെ, എത്ര തന്നെ താൻ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിച്ചാൽ ഇരുട്ടാകില്ല എന്നും, എത്ര തന്നെ താൻ സത്യത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നടന്നാലും സത്യം സത്യമല്ലാതാകില്ല എന്നും, എത്ര തന്നെ താൻ മെഴുകിയാലും കള്ളൻ കള്ളനല്ലാതാകില്ല എന്നും, എത്ര തന്നെ താൻ മെഴുകി വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ആത്മീയ ചൂഷണം ദിനചര്യയാക്കിയ ബായാർ തങ്ങൾ എന്നറിയപ്പെടുന്ന ആ പുരോഹിതൻ വെളുക്കാൻ പോകുന്നില്ല എന്നും താൻ ഓർക്കുന്നത് നല്ലതാണ്. താൻ എത്ര കണ്ട് വെള്ളപൂശാൻ ശ്രമിക്കുന്നുണ്ടോ അതിൻ്റെ 10 മടങ്ങ് സത്യം ഞങ്ങൾ വിളിച്ചു പറയുക തന്നെ ചെയ്യും. ഇവിടെ ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി സംസാരിച്ചിട്ടുള്ളത് വായാറിൽ വന്ന് ചേക്കേറിയിട്ടുള്ള പെരുങ്കള്ളൻ്റെ കുടുംബകഥ പറയാൻ വേണ്ടിയിട്ടല്ല, അതില്ലെങ്കിൽ നിന്നെപ്പോലെയുള്ള ആളുകളുടെ വ്യക്തിജീവിതത്തിൽ നടക്കുന്ന തോന്നിവാസങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടിയല്ല, പാവപ്പെട്ട 10,000-കണക്കിന് ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന പുരോഹിതന്റെ തട്ടിപ്പിനെ കുറിച്ച് പറയുവാൻ വേണ്ടിയാണ്. കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് ആത്മീയതയുടെ മറപിടിച്ച് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പഠിപ്പിച്ച് പാമര ജനതയെ ശിർക്കിലേക്കും കുഫറിലേക്കും തള്ളിവിടുന്ന കുബൂരി പുരോഹിതന്മാർക്കെതിരെ സംസാരിക്കുമ്പോൾ അവരുടെ ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമാണ്. എന്നാൽ ഇവിടെ മമ്പാട്ടുകാരൻ വായാടി ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി പറഞ്ഞ വിഷയത്തെ തൊടാൻ പറ്റാതെ, ബായാർ തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ച കാര്യങ്ങളെ നേർക്കുനേരെ തൊടാൻ പറ്റാതെ ചില ഞൊണ്ടിന്യായങ്ങൾ പറയാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. നമുക്ക് മമ്പാട്ടുകാരൻ പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കാം. സജ്ജനങ്ങൾക്ക് പരീക്ഷണം കൊടുക്കാം, അഹ്ലുബൈത്തിന് പരീക്ഷണം കൊടുക്കാം. അള്ളാന്റെ ഹബീബിന്റെ കുടുംബജീവിതത്തിൽ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെയുള്ള ആരോപണത്തിന്റെ പേരിൽ വിഷമങ്ങൾ വന്നിട്ടില്ലേ? ഇതിന്റെ പേരിൽ അള്ളാന്റെ റസൂലിനൊരു മഹത്വമല്ല എന്ന് പറയാൻ പറ്റുമോ? എന്നതുപോലെ മഹാനായ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി ബായാർ തങ്ങളെ എന്ന് പറഞ്ഞ ആടിനെ പട്ടിയാക്കാൻ പേരണ്ട. എന്താ ഒരു മെഴുകല്? പട്ടിയെ ആടാക്കാനുള്ള ശ്രമമല്ലേ ഇവർ നടത്തുന്നത്? ആടിനെ പട്ടിയാക്കണ്ട എന്ന് പറഞ്ഞ് പ്രവാചകന്റെ ചരിത്രം പറഞ്ഞ് ബായാറിലുള്ള തങ്ങൾ എന്നറിയപ്പെടുന്ന കള്ളനെ മെഴുകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്? പട്ടിയെ ആടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആടിനെ പട്ടിയാക്കാനല്ല കുബൂരി, ഇത് പട്ടിയെ ആടാക്കാനുള്ള തന്ത്രമാണ് താൻ നടത്തുന്നത്. അള്ളാന്റെ ഹബീബിന്റെ സ്വലാത്തു ചൊല്ലിയിട്ട് ബായാർ തങ്ങളെ മജ്ലിസിൽ ഒരാൾ ദുആ ചെയ്തപ്പോ കുടുംബ പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞാൽ, രോഗം മാറി എന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട ബായാർ തങ്ങളെ ജീവിതത്തിൽ അള്ളൊരു പരീക്ഷണം കൊടുത്തു എന്നതുകൊണ്ട് ബായാർ തങ്ങൾ ഒരു ദുആ ദ്വാരുന്നാലും ഇജാബത്ത് കിട്ടൂല എന്ന് മനസ്സിലാക്കണമെങ്കിൽ തലച്ചോറ് എത്ര ചെതല് പിടിച്ചണങ്ങളൊന്ന് ആലോചിച്ചു. നിന്റെ തലയിൽ ചളി കെട്ടി കിടക്കുകയാണോ, അല്ലെ ചെതല് പിടിച്ചതാണോ, ഇനി തുരുമ്പിച്ചതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും നീ മെഴുകാൻ ശ്രമിക്കുന്നതാണോ ഇവിടെ നടന്നിട്ടുള്ളത്? ഇങ്ങനെയാണോ ബായാർ തങ്ങളുമായി ബന്ധപ്പെട്ട് നിന്റെ കുബൂരി പാതിരിമാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്? ഇതൊക്കെയാണോ സമൂഹത്തിന്റെ മുന്നിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്? നീ എന്തിനെയാണ് മെഴുകി വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്? മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സംഭവങ്ങൾ പറഞ്ഞാൽ, ബായാർ എന്ന പ്രദേശത്ത് ചേക്കേറിയിട്ട് പ്രവാചകൻ പറഞ്ഞിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു, അവിടെ ദീനുണ്ടാക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് പാമര ജനതയെ പറഞ്ഞു പറ്റിക്കുന്ന കുബൂരി പാതിരിയെ വെളുപ്പിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല ഖുറാഫി. എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ ഹുസൈൻ സലഫി പാട്ടുകാടി പറയുന്നൊക്കെ ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിലെ പരീക്ഷണം പോലും തെരുവിൽ വലിച്ചഴച്ച് തോന്നിവാസം പറയണേ. ഇതേ ബായാർ തങ്ങൾക്ക് 18 കൊല്ലമായി അയാളുടെ ഭാര്യയുമായിട്ടുണ്ടായിരുന്ന കുടുംബ പ്രശ്നം തീർക്കാൻ സാധിക്കാതെയല്ലേ അദ്ദേഹം 2ാം വിവാഹം കഴിച്ചത്. പൊന്നാര ചങ്ങായിമാരെ, എത്ര പ്രവാചകന്മാർക്ക് മക്കളില്ലാതെ കാലങ്ങളോളം കരഞ്ഞു നിന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ആ പ്രവാചകന് ഒന്നിനും പറ്റൂല എന്നാണോ? അതാ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു പരീക്ഷണം കൊടുത്തതാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ എന്തൊക്കെ പരീക്ഷണം കൊടുത്തു? അതിന്റെ അർത്ഥം അയ്യൂബ് നബിക്ക് അല്ലാഹു ദുആക്ക് ഇജാബത്ത് കൊടുക്കൂല എന്നാണോ? ഒരു സ്വാലിഹായ മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു ഒരു പരീക്ഷണം കൊടുത്തു.
കൊടുത്താൽ അതിന്റെ പേരിൽ അയാൾക്കൊരു മഹത്വമല്ല എന്ന് പറയാൻ, അയാളുടെ ദുആക്കല്ല ഇജാബത്ത് കൊടുക്കൂല എന്ന് പറയാൻ നിങ്ങൾ ആരാ മൗലവിമാരെ? തോന്നിവാസം പറയാ. ആദർശം പറയുന്നിടത്ത് ആദരണീയരായി ഉമ്മത്ത് ബഹുമാനിക്കുന്ന സാദാത്തുക്കളുടെ കുടുംബത്തിലേക്ക് വരെ കടന്നു ചെന്ന് തെമ്മാടിത്തം പറയണേ മൗലവിമാരെ. പത്രങ്ങളും മീഡിയകളും മുഴുവനും ആ സംഭവം റിപ്പോർട്ട് ചെയ്തത്. അയിനോ ചങ്ങായി, പത്രക്കാർക്കും മാധ്യമക്കാർക്കും എന്തിട്ടുകൾ റിപ്പോർട്ട് ചെയ്യൂലേ? ചുങ്കത്തറുണ്ട് ഒരു മൗലവി എത്രണ്ണം കെട്ടിക്കണ്, പിന്നെ 4ന്റെ അപ്പുറത്ത് 5ാമത്തെ കെട്ടിയപ്പോൾ പത്രത്തിൽ വന്നിട്ടില്ലേ? അങ്ങനെ പേരും ഹക്കുണ്ടാവും ബാത്തിലും. ഇവിടെ നീ ഹുസൈൻ സലഫി പാട്ടുപാടി പറഞ്ഞു എന്ന് പറഞ്ഞത്, നീ റബ്ബർ വലി നിനക്ക് വലിഞ്ഞുകൊണ്ട് നീ പറഞ്ഞതൊക്കെ എന്താണ്? ബായാറില്ല തങ്ങൾ എന്ന് പറയപ്പെടുന്ന ആ പെരുങ്കളനെ കുറിച്ച് നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? മഹാനായ നമ്മുടെ നേതാവുമായി നീ ചേർത്തി പറഞ്ഞല്ലോ, എന്നിട്ട് ആടിനെ പട്ടിയാക്കണ്ട എന്ന് പറഞ്ഞല്ലോ. നിന്നോട് ഞങ്ങൾക്ക് പറയാലോ, നീ പട്ടിയെ ആടാക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിനക്ക് ചില കാര്യങ്ങൾ ഞങ്ങൾ ഓർമ്മപ്പെടുത്തി തരാം. ഇവിടെ എന്തുകൊണ്ടാണ് ഹുസൈൻ സലഫി ഇദ്ദേഹത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് പറയാൻ വേണ്ടി കാരണം? അതൊക്കെ കൃത്യമായി നിനക്കറിയാം. ആ പ്രഭാഷണത്തിന്റെ മറ്റു ഭാഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ കൃത്യമായി അത് ബോധ്യപ്പെടും. ഇവിടെ നീ ഒരുപക്ഷെ നിന്റെ വായാർ തങ്ങൾ തന്ന കൊട്ടേഷൻ അനുസരിച്ചായിരിക്കും സംസാരിക്കുന്നുണ്ടാകുക. അതുകൊണ്ടാണ് നീ ഈ രീതിയിൽ മെഴുകി വെളുപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. പിന്നെ നീ പറഞ്ഞ പത്രത്തിൽ വന്ന വാർത്തകൾ നിന്റെ ഒന്നും കഥയല്ലല്ലോ അവിടെ പറഞ്ഞത്. അതുപോലെ നിന്റെ കാന്തപുരത്തിന്റെ കഥയല്ലല്ലോ പറഞ്ഞത്. അതുപോലെ നിന്റെ മുസ്ലിയാക്കന്മാരുടെ പല തോന്നിവാസങ്ങളും ഉണ്ടല്ലോ, അതൊന്നുമല്ലല്ലോ ഹുസൈൻ സലഫി പറഞ്ഞത്. ഇവിടെ ചതിക്കുകയാണ് ഉമ്മത്തിനെ. ഇയാൾ വലിയ സംഭവമാണ് എന്ന് പ്രചരിപ്പിക്കുകയാണ്. ഇയാൾ പ്രവാചകൻ പറഞ്ഞിട്ട് വന്നതാണ് ബായാറിലേക്ക് എന്ന് പറയുകയാണ്. ഇദ്ദേഹത്തിന്റെ മജ്ലിസിലേക്ക് പല ആളുകളും വരാറുണ്ട്. എങ്ങനെയുള്ള ആളുകൾ? ICUവിൽ നിന്ന് പോലും ആംബുലൻസ് നേരിട്ട് അവിടത്തേക്ക് വന്നു എന്ന രൂപത്തിൽ വരെ പറഞ്ഞു വെച്ചിട്ടില്ലേ? ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴാണ് സ്വന്തം കാര്യത്തിൽ പോലും ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത ആളുടെ അടുത്തേക്കാണോ നിങ്ങൾ ഈ രീതിയിലുള്ള കാര്യങ്ങളുമായി പോകുന്നത് എന്ന രീതിയിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നീ ഈ രീതിയിലൊന്നും വിറളി പിടിക്കേണ്ട ആവശ്യമില്ല. തങ്ങന്മാരെ സ്വാധോത്യങ്ങളെ കുറ്റം പറയുന്നു. പാണക്കാട്ടെ ഇറച്ചിപ്പൊതി എന്ന് പറയുന്ന ലേഖനം എഴുതിയവൻ ആരാണ്? അതുപോലെ തന്നെ ഷിയാബിതങ്ങളുടെ ഫോട്ടോ പിടിച്ച് പച്ചത്തെറി വിളിച്ചവൻ ആരാണ്? പച്ച തോന്നിവാസം പറഞ്ഞവൻ ആരാണ്? നീയല്ലേ? നിന്റെ നേതാക്കന്മാരായ ആളുകളല്ലേ? അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ എടുത്ത് പുറത്തിടണോ? അതൊക്കെ ഞങ്ങൾ വീണ്ടും സംസാരിക്കണോ? എന്തിനാണ് കുബൂർ ഈ രീതിയിലൊക്കെ മെഴുകാൻ നിൽക്കുന്നത്? സാധാരണ നാട്ടിലൊരു വർത്തമാനമുണ്ട്, എന്താണ്? നാറിയവനെ പേറിയാൽ പേറിയവനും നാറും. പക്ഷേ നിന്നോടത് പറഞ്ഞിട്ട് കാര്യമില്ല, നീ തന്നെ നാറിക്കിടക്കുകയാണല്ലോ. പിന്നെ എന്തിനാണ് നിന്നോടത് പറയുന്നത് എന്നതുകൊണ്ട് ഞാൻ അതൊന്നും നിന്നോട് പറയുന്നില്ല. എന്നാൽ നിന്റെ ഈ പുരോഹിതന്റെ ചരിത്രം എന്താണ്? ഈ പുരോഹിതനും എങ്ങനെയാണ് ബായാറിലേക്ക് എത്തിയത്? എന്തൊക്കെയാണ് അതിന്റെ മറവിൽ പുരോഹിതവർഗം സമൂഹത്തിന്റെ മുന്നിൽ ഛർദ്ദിച്ചു വെച്ചിട്ടുള്ളത്? ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഖുറാഫി, ആദ്യം നീ ബായാറിലേക്ക് എങ്ങനെയാണ് ഈ പെരുങ്കള്ളൻ ചേക്കേറിയിട്ടുള്ളത്? എന്ത് കളവ് പറഞ്ഞിട്ടാണ് അവിടെ ചേക്കേറിയിട്ടുള്ളത് എന്ന് തന്നെ ആദ്യം കേൾക്കാം. സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയെ തങ്ങളെ ബായാർ ഉപ്പാപ്പാനെ വിളിച്ചിട്ട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ പറഞ്ഞു, നീ കാസർഗോഡ് ജില്ലയുടെ മലമുകളിലെ ബായാർ പോയിട്ട് അവിടെ ദീനുണ്ടാക്ക്. റസൂലുള്ളാഹ് പറഞ്ഞ വാക്ക് സ്വീകരിച്ച ബായാർ തങ്ങൾ ഉപ്പാപ്പോടെ വന്നത്. എന്താ ഇപ്പം പറഞ്ഞത്? ദീനുണ്ടാക്കാൻ വേണ്ടി ആര്? സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ പറഞ്ഞു അത്രേ ഇവനോട്. എന്ത്? പ്രവാചകൻ പറഞ്ഞിട്ട്, റസൂലുള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ബായാറിലേക്ക് പോകാൻ വേണ്ടി. മനസ്സിലായോ? അവിടെ പോയി ദീനുണ്ടാക്കാൻ ഉളുപ്പുണ്ടോ? പ്രവാചകന്റെ പേരിൽ പച്ചക്കളവും പറഞ്ഞിട്ട് ദീനുണ്ടാക്കാനാണോ ഇവൻ വന്നത്? പാമര ജനതയെ പറഞ്ഞു പറ്റിച്ച് ഇവന്റെ പള്ളയും കീശയും വീർപ്പിക്കാനല്ലേ ഇവൻ വന്നത്? പാവപ്പെട്ടവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യാനല്ലേ ഈ കുബൂരി അങ്ങോട്ടേക്ക് ചേക്കേറിയത്? മുള്ളൂർക്കര എന്ന് പറയുന്ന ഈ വിവരദോഷി വീണ്ടും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പണ്ട് ഒരു സ്വാമിജിയെ ഔലിയാക്കാൻ വേണ്ടി ശ്രമിച്ച പുരോഹിതനല്ലേ ഇയാൾ? ബാക്കി പറയട്ടെ. അവിടെ നിന്നുള്ള ഇൽഹാമിന്റെ സ്വപ്നത്തിന്റെ ദർശനം കൊണ്ട് സലാത്തുമായി നാട്ടിൽ കാലുകുത്തിയത്. ഈ പറഞ്ഞ സ്വപ്നം ദീനിലും തെളിവാണോ? ആണോ വഹാബെ? എന്റെ പേരോട് ഉസ്താദ് പറഞ്ഞുതരും, ഒന്ന് കേട്ടു നോക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി കൂടി കേൾക്കാം. ഉറക്കിൽ വന്ന് പറഞ്ഞാലും ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമിങ്ങളെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. ഇവിടെ മാത്രമാണോ ബർക്കത്ത്? അങ്ങ് കാടാമ്പുഴയിൽ, അങ്ങ് തങ്ങൾ ചെല്ലുന്ന ആയിരക്കണക്കായ വേദികളിൽ ലക്ഷോപലക്ഷം ആളുകൾ സലാത്ത് ചെല്ലിപ്പിക്കുകയല്ലേ മോനെ?
അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, എന്നോട് ലോകത്തെ ഏറ്റവും അടുത്തവൻ എന്റെ പേരിൽ ഏറ്റവും സലാത്ത് ചൊല്ലുന്നവനാ, അല്ലെങ്കിൽ ചൊല്ലിപ്പിക്കുന്നവനാ. ഈ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. തങ്ങളവർകൾ പങ്കെടുത്ത മജ്ലിസുകൾ 10,000-ങ്ങളാണ്. 10,000-ങ്ങൾ, ലക്ഷങ്ങൾ, കോടികൾ ആളുകൾ, കോടാനക്കോടി സലാത്തുകളാതെന്ന് ചൊല്ലിയത്. അതിന്റെ ബർക്കത്താ തങ്ങൾ പറയുന്നു. മാറി എന്ന് പറയുമ്പോ മാറുന്നു. മടവൂർ CM വലിയുള്ള പറഞ്ഞ എന്താ? രോഗിയായിട്ട് ചെന്ന അത് വേണ്ട, അല്ലാതെ അല്ലാഹുമ്മ ശ്ഫീ എന്നല്ല പറയല്, അത് വേണ്ട. എന്താ ഇപ്പൊ ഇവിടെ പറഞ്ഞത് സുഹൃത്തുക്കൾ? എന്താ ഇവിടെ പറഞ്ഞത്? നേരത്തെ ഹുസൈൻ സലഫി പറയാനുള്ള കാരണം എന്താണ്? ഈ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ടല്ലേ? ഈ രീതിയിലാണ്. എന്താണ്? അല്ലാഹുമ്മ ഇശ്ഫി എന്നല്ല പറയുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയല്ല ചെയ്യുക. വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ വേണ്ട എന്ന് തന്നെയാണ്. രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ രോഗം വേണ്ട എന്ന് തന്നെയാണ്. മനസ്സിലായല്ലോ? ആര് പറഞ്ഞതുപോലെ മാനസിക രോഗിയുണ്ടല്ലോ, മജ്ദൂബായ ഷെയ്ഖ് എന്നിവർ വാനോളം വാഴ്ത്തി പറയുന്ന CM മടവൂര് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ടാ പറയുന്നത്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചില്ല, ഒന്നുകൂടി കേട്ടു നോക്കൂ. അത് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു വേണ്ട. അതിന്റെ ബർക്കത്താ തങ്ങൾ പറയുന്നു. മാറി എന്ന് പറയുമ്പോ മാറുന്നു. മടവൂർ CM വലിയുള്ള പറഞ്ഞ എന്താ? രോഗിയായിട്ട് ചെന്ന അത് വേണ്ട, അല്ലാതെ അല്ലാഹുമ്മ ശ്ഫീ എന്നല്ല പറയല്, അത് വേണ്ട. അത് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു വേണ്ട. അതിന്റെ ബർക്കത്താ തങ്ങൾ പറയുന്നു. മാറി എന്ന് പറയുമ്പോ മാറുന്നു. മടവൂർ CM വലിയുള്ള പറഞ്ഞ എന്താ? രോഗിയായിട്ട് ചെന്ന അത് വേണ്ട, അല്ലാതെ അല്ലാഹുമ്മ ശ്ഫീ എന്നല്ല പറയല്. ഉളുപ്പില്ലേ വഹാബേ നിനക്കിങ്ങനെ വന്ന് മെഴുകാൻ? നിന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഉളുപ്പില്ല എന്ന് ഞങ്ങൾക്കറിയാം. നിന്നോട് നാറിയവനെ പേറിയാൽ പേറിയവന് നാറിയും എന്ന് പറയുന്നതിൽ പ്രസക്തിയില്ല. കാരണം നീ തന്നെ നാറിക്കിടക്കുകയാണല്ലോ. പിന്നെ നിന്നോട് എന്തിനാണ് അത് പറയുന്നത്? അതുകൊണ്ട് നിന്നോട് അതും ഞാൻ പറയുന്നില്ല. പക്ഷേ പൊതുജനം എന്നൊന്നുണ്ട്, അത് കഴുതകളല്ല എന്ന് നീ തിരിച്ചറിയുക. പണ്ട് ഷംസുലുലമ എന്ന് പറയുന്ന നിന്റെ മറ്റേ ടീമിൽപ്പെട്ട ആള് പറഞ്ഞല്ലോ, ജനങ്ങളെല്ലാം കഴുതകളല്ല, ചില കഴുതകളുണ്ട്, അതാണ് അവന്റെ പിന്നാലെ എന്ന്. അതായത് നിന്നെ പോലെയുള്ള ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ നിന്റെ ആളുകളോട് നിനക്ക് ഇതൊക്കെ പറഞ്ഞ് സമാധാനം കണ്ടെത്താം. പക്ഷെ പൊതുസമൂഹം ഇതൊക്കെ തിരിച്ചറിഞ്ഞതാണ്. ഇനി അമ്പാട്ടുകാരന്റെ ബാക്കി ക്ലിപ്പും കൂടി നമുക്ക് കേൾക്കാം. ഉണ്ടാവും അതിന്. ഇതൊക്കെ എന്തിനുള്ള തെളിവാണ്? കാസർകോട്ടിലുള്ള ഉമ്മപെങ്ങന്മാരും സഹോദരന്മാരും മറന്നുപോയോ? സ്വന്തം കുടുംബത്തിലെ പ്രശ്നം തീർക്കാൻ, ഭാര്യയുമായുള്ള പ്രശ്നം തീർക്കാൻ 10-18 കൊല്ലം കഴിഞ്ഞിട്ടും കഴിയാതെ വന്നപ്പോ രണ്ടാമത് പെണ്ണ് കെട്ടേണ്ടി വന്നു എന്ന പ്രശ്നമുണ്ടായ, സ്വന്തം വീട്ടിലെ പ്രശ്നം തീർക്കാൻ കഴിയാത്ത ബായാർ തങ്ങൾക്ക് ജനങ്ങളുടെയൊക്കെ പ്രശ്നം തീർക്കാൻ സ്വലാത്ത് മജ്ലിസ് മതിയത്രേ. ഈ തട്ടിപ്പൊന്നും ഇനി അധിക കാലം വേവൂല തങ്ങളെ. അതാണ്, അത് വേകൂല. കാരണം യുക്തിവാദികളെ മുന്നിക്ക് ഈ വിഷയം പറഞ്ഞ് ഞങ്ങൾ വരൂല. എന്നാൽ മൗലവി അള്ളാന്റെ ഖുർആൻ പറഞ്ഞിട്ടില്ലേ, ഫഅൻകിഹൂ മാ ത്വാബലക്കും മിനൻ നിസാഇ മസ്നാ വസുലാസ വറുബാ. 1, 2, 3, 4 നിങ്ങൾക്ക് കെട്ടാന്ന് പറഞ്ഞത്. ഒന്നാമത്തേല് മട്ടം പോലെ ഭാര്യ ഭർത്താക്കന്മാർക്ക് സന്തോഷം കൊടുക്കാൻ പഠിച്ചോന് കയ്യാഞ്ഞിട്ടാണോ മൗലവി? രണ്ടാമത്തത് കെട്ടാൻ പറഞ്ഞത്. രണ്ടാമത്തേലും സന്തോഷം കൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിയാത്തോണ്ടാണോ മൂന്നാമത് കെട്ടാൻ പറഞ്ഞത്? മൂന്നാമത്തതിലും സന്തോഷം കൊടുക്കാൻ അശക്തമായതുകൊണ്ടാണോ നാലാമത്തത് കെട്ടാൻ പറഞ്ഞത്? പച്ചക്ക് യുക്തിവാദം വിളമ്പുകയല്ലേ? ഒരു സ്വാലിഹായ മനുഷ്യന്റെ ജീവിതത്തില്, ഒരു മൂമിനായ മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു പരീക്ഷണം കൊടുത്താൽ യുക്തിവാദികൾ ചോദിക്കുന്നത് കണ്ടിട്ടില്ലേ? നിക്കരിച്ചാൻ പോണ എത്ര കൗമാണ് കൊറോണ പിടിച്ചു മരിച്ചത്? യുക്തിവാദികൾ അങ്ങനെ പലതും പറയും. അതിനൊക്കെ കൃത്യമായി അഹ്ലുസുന്നന്റെ മക്കൾ മറുപടി പറയാറുണ്ട്. മുസ്ലിയാരെ, ഇവിടെ പരാമർശിക്കപ്പെട്ട വിഷയം വിട്ടിട്ട് നീ മറ്റൊരു രീതിയിലേക്ക് വിഷയത്തെ കൺവേർട്ട് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയത് മുസ്ലിയാരെ. നീ ഇങ്ങനെ നീട്ടിപ്പരത്തി പറഞ്ഞാലൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല മുസ്ലിയാരെ. ഇവിടെ അഹ്ലുസുന്നയുടെ മക്കളുണ്ട് മുസ്ലിയാരെ, അവരിതിനെ പിടികൂടും മുസ്ലിയാരെ. അതെപ്പോഴും ഓർത്തു വെക്കുന്നത് നല്ലതാണ് മുസ്ലിയാരെ. ഇവിടെ പറഞ്ഞത് 4 കെട്ടുന്നതിനെ കുറിച്ച്. ഇപ്പോൾ ബായാർ തങ്ങൾ 4 കെട്ടിനെ കുറിച്ചിട്ടാണോ ഇവിടെ വിഷയം? അല്ല 2 കെട്ടിനെ കുറിച്ചാണോ വിഷയം? അതൊന്നും അല്ലല്ലോ വിഷയം. ബായാർ തങ്ങൾ എന്ന് പറയുന്ന ഈ പുരോഹിതന്റെ കറാമത്ത് എന്ന രീതിയിലും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മഹത്വം എന്ന രീതിയിലും പല മുസ്ലിയാക്കന്മാരും പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ സംസാരിച്ചത്. ഇവിടെ രോഗികൾക്ക് രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ രോഗമില്ല. CM മടവൂര് പറഞ്ഞ പോലെ നേരത്തെ മുള്ളൂർക്കര പറഞ്ഞല്ലോ, ഈ രൂപത്തിൽ സമൂഹത്തിന്റെ മുന്നിൽ ഇയാളുടെ വലിയ രീതിയിലുള്ള കറാമത്ത് എന്ന രൂപത്തിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി അവിടെ സംസാരിച്ചത്. എന്നിട്ട് ഇവനിവിടെ വന്നിട്ട് ബായാർ തങ്ങൾ കല്യാണം കഴിച്ചതിനെ കുറിച്ചിട്ട് ഹുസൈൻ സലഫി പറഞ്ഞത് എന്ന രൂപത്തിൽ മാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ജനങ്ങളെ വന്ന് കബളിപ്പിക്കുന്ന നിന്നെപ്പോലെയുള്ള ആളുകളെ കുറിച്ച്
നീ എന്തോ പറയാറില്ലേ, എന്താണത്? ഇതിനൊന്നും അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ. അതാണ്, അല്പസ്വല്പമൊന്നും തൊലിക്കെട്ടി പോരാ. ഇങ്ങനെ വന്ന് കള്ളത്തരം പറയാൻ, ഇങ്ങനെ വന്ന് കബളിപ്പിക്കാൻ, ഇങ്ങനെ വന്ന് തോന്നിവാസം പറയാൻ, ഇങ്ങനെ വന്ന് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ. എത്ര പാവങ്ങളായി അള്ളാനെ വിശ്വസിച്ച മുസ്ലിം കുട്ടികളാ ഫലസ്തീനിൽ കൊല്ലപ്പെട്ടത്. ഈ പടച്ചോനെ എന്തിനു പറ്റുമെന്ന് ചോദിക്കുന്ന നിരീശ്വരവാദിയുടെ കൊച്ചനുജന്മാരല്ലടോ നിങ്ങള്, അതിന്റെ അർദ്ധഭാഗമല്ലടോ നിങ്ങൾ പറയുന്നത്. എന്നാൽ സഹോദരങ്ങള്, അതുപോലെ അല്ലാഹു തആല നമുക്ക് ത്വലാഖ് അനുവദിച്ചു തന്നിട്ടുണ്ട്. 1, 2, 3 ത്വലാഖ് അല്ലാഹു അനുവദിച്ചു തന്നിട്ടുണ്ട്. എന്തേ ഒരാണിന്റെയും പെണ്ണിന്റെയും മനസ്സിണക്കാൻ അള്ളാഹ്ക്ക് കഴിയൂലെന്ന് അള്ളാഹ്ക്ക് തന്നെ മനസ്സിലായിട്ടാണോ അള്ളാഹ് ഇസ്ലാമിൽ ത്വലാഖ് വെച്ചത്? പുരോഹിതാ, തോന്നിവാസം പറയരുത്. മനുഷ്യന്മാരെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറി തമ്മാടിത്തം പറഞ്ഞ് യുക്തിവാദം വളമ്പല്ല മൗലവി. ഓ മുസ്ലിമീങ്ങള്, ഇത് പച്ച യുക്തിവാദമാണ്. ഇവിടെ എന്ത് യുക്തിവാദമാണ്? പാമര ജനതയെ പറഞ്ഞു പറ്റിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നവരെ യുക്തിവാദികളാക്കിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? പിന്നെ തലാഖുമായി ബന്ധപ്പെട്ടാണോ ഇവിടെ വിഷയം സംസാരിച്ചത്? ഇവിടെ ബായാർ തങ്ങൾ തലാഖ് ചെല്ലിയാൽ എന്തേ, ചെല്ലിയില്ല എങ്കിൽ എന്തേ? ബായാർ തങ്ങൾ 1 കെട്ടിയാൽ എന്തേ, 2 കെട്ടിയാൽ എന്തേ, 3 കെട്ടിയാൽ എന്തേ, 4 കെട്ടിയാൽ എന്തേ? ഇവിടെ സമൂഹത്തിന് എന്ത് പ്രശ്നമാണ് ഉള്ളത്? ഇവിടെ അതല്ലല്ലോ വിഷയം. ഇവിടെ പാമര ജനതയെ പറഞ്ഞു പറ്റിക്കുകയാണ് പുരോഹിത വർഗം ചെയ്തത്. മുള്ളൂർക്കര സഖാഫി നേരത്തെ പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ? അവിടെ എന്താ പറഞ്ഞത്? ഇയാൾ വലിയ സംഭവമാണ് എന്നല്ലേ? ഇയാൾ വലിയ ഹോജരാജാവാണ് എന്ന രീതിയിലല്ലേ? ഇയാൾ വലിയ എന്തോ സംഭവമാണ് എന്ന രീതിയിലൊക്കെയാണല്ലോ പറഞ്ഞത്. ഇയാൾ രോഗം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ രോഗമില്ല, അങ്ങനെ തന്നെയാണ്. എന്താണ് അല്ലാഹുമ്മ യശ്ഫി എന്നല്ല പറയുക എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആ പറഞ്ഞതിനെ കുറിച്ചാണ് നിങ്ങൾ പറയേണ്ടത്. അതല്ലാതെ റബ്ബർ വലിയുന്നത് പോലെ വലിഞ്ഞുകൊണ്ട് നീട്ടി വലിച്ച് പറഞ്ഞാൽ അത് ബഹുമാന്യ പണ്ഡിതൻ പറഞ്ഞതിനുള്ള മറുപടിയാകില്ല മമ്പാട്ടുകാരൻ വായാടി. എന്നിട്ട് ഒറ്റവാക്കിലൊരു ഉത്തരം. ഇപ്പോൾ കുബൂരി പുരോഹിതന്മാർ സ്ഥിരമെടുക്കുന്ന ഒരു പരിപാടിയാണ്. മുസ്ലിയാക്കന്മാർ കുടുങ്ങി നീണ്ടവാടും പറയും മുജാഹിദുകൾ യുക്തിവാദികളാണ്, യുക്തിവാദത്തിന്റെ പകുതിയാണ്, യുക്തിവാദത്തിലേക്ക് ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഏജൻസികളാണ് എന്ന രൂപത്തിലൊക്കെ സംസാരിക്കുക. നാണമില്ലേ, ഉളുപ്പില്ലേ? ചോദിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും പിൻവലിക്കുന്നു. അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഈ രീതിയിൽ വിവരക്കേടുകൾ പരസ്യമായി സ്റ്റേജിൽ നിന്ന് വിളിച്ചു കൂവുന്നത്. ഈ യുക്തിവാദം എവിടെയാണ് വിശ്വാസികളെ എത്തിക്കുന്നതെന്നറിയാമോ? അതേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സലമ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് വെട്ടുകൊണ്ടത് മാറ്റിക്കൊടുത്തില്ലയോ? ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന്റെ മുറിവ് മാറ്റിയില്ലയോ? അലി റളിയല്ലാഹു അൻഹുവിന്റെ ചെങ്കണ്ണ് മാറ്റിയില്ലയോ? അതേ സത്യസന്ധമായി കിടക്കുന്ന ഹബീബ് തങ്ങളുടെ ഈ മുഅ്ജിസത്തുകൾ മുമ്പിൽ വെച്ച് നാളെ നിരീശ്വരവാദി ചോദിക്കുകയാണ്, മൗലവിയുടെ പ്രസംഗം കേട്ടുപോയ അർദ്ധയുക്തിവാദികളായ ചെറുപ്പക്കാര് യുക്തിവാദികളാകുകയാ. ഈ കാലിന്റെ മുട്ട് മാറ്റിക്കൊടുത്ത, കണ്ണിന്റെ മുറിവ് മാറ്റിക്കൊടുത്ത നിങ്ങളെ പ്രവാചകന് കേവലം ഒരു പനി വന്നിട്ട് മാറ്റാൻ കഴിഞ്ഞില്ലേ? അതേ വഹാബിസത്തിൽ നിന്നാണ് യുക്തിവാദത്തിലേക്ക് പാലം പണിയുന്നത് മുസ്ലിമീങ്ങള്. വഹാബിസത്തിൽ നിന്നാണ് യുക്തിവാദത്തിലേക്ക് പാലം പണിയുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവരിവിടെ ചെയ്തു വെച്ചത് എന്താണ്? തനി ദജ്ജാലിസമല്ലേ? സത്യവും അസത്യവും കൂട്ടിക്കലർത്തി സമൂഹത്തെ പറ്റിക്കുക, അതല്ലേ ഇവരിവിടെ ചെയ്തു വെച്ചത്. മഹാനായ നമ്മുടെ നേതാവ് നമുക്ക് ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നും രോഗം വന്നാൽ എന്ത് ചെയ്യണമെന്നും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും പഠിപ്പിച്ച സമയത്ത് എന്താണ് പഠിപ്പിച്ചത്? അല്ലാഹുമ്മ റബ്ബന്നാസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രാർത്ഥനയുണ്ടല്ലോ. ഇതങ്ങനെ പറയുമെന്നല്ല പറഞ്ഞത്, അങ്ങനെ പ്രാർത്ഥിക്കുമെന്നല്ല പറഞ്ഞത്. ഇവിടെ എന്താ പറഞ്ഞത്? അത് വേണ്ട. മനസ്സിലായില്ല? അത് വേണ്ട. ഇതിനെ ചോദ്യം ചെയ്താൽ എന്ത് യുക്തിവാദമാണാകുക? പാമര ജനതയെ പറഞ്ഞു പറ്റിക്കുകയാണ് ഇവിടെ കുബൂരി പാദ്രിമാർ നടത്തുന്നത്. ഇവിടെ മമ്പാട്ടുകാരൻ വായാടി ദജ്ജാലിന്റെ പണിയാണ് എടുത്തത്. അല്ല എന്ന് വഹാബിന് വാദമുണ്ടോ? വഹാബ് തന്നെ പറയട്ടെ. നിങ്ങളിവിടെ ഒരുപാട് കാര്യങ്ങൾ കേട്ടല്ലോ. ഈ ഉമ്മത്തിലെ കബളിപ്പിക്കലുകാരായ ഒരു വിഭാഗം വരും. നിലവിലുള്ളോലല്ല, നിലവിലുള്ള ഒന്നിലേക്ക് മറ്റൊരു കരിഞ്ചന്ത വരുന്നതിനെ കുറിച്ചാണ് അള്ളാന്റെ റസൂല് പറയുന്നത്. അവരാരാണ്? നല്ല നുണ പറയുന്ന കക്ഷികളാണ്. പിന്നെ ആരാണ്? വദജ്ജാലൂൻ, അവർ ജനങ്ങളെ കബളിപ്പിക്കുന്നവരാണ്. ആയത്തോതി കബളിപ്പിക്കും, ഹദീസ് ഓതിയിട്ട് കബളിപ്പിക്കും, ഇമാമുമാരുടെ ഗ്രന്ഥങ്ങൾ വെച്ച് കബളിപ്പിക്കും. അപ്പോൾ ഈ ദജ്ജാല് പറഞ്ഞതല്ല ഇവിടെ വിഷയം.
ദജ്ജാൽ ഇവിടെ കബളിപ്പിക്കുക തന്നെയാണ് ചെയ്തത്. അവൻ അവന്റെ പണി തന്നെയാണ് എടുത്തത് എന്ന് കൃത്യമാണ്. എന്നാൽ ഇവിടെ ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി പറഞ്ഞ ബായാർ തങ്ങളുടെ ആത്മീയ തട്ടിപ്പിനെ കുറിച്ച് മമ്പാട്ടുകാരൻ ഒരു അക്ഷരം മിണ്ടാൻ കഴിയില്ല. ഒന്നുകൂടെ മമ്പാട്ടുകാരെയും അതുപോലെ തന്നെ ഇദ്ദേഹത്തെ മെഴുകാൻ നിൽക്കുന്നവർക്കും ഈ ബായാറിലെ തങ്ങൾ എന്ന് പറയുന്ന ഈ കള്ളൻ അദ്ദേഹത്തിന്റെ ആത്മീയ തട്ടിപ്പ് കേന്ദ്രത്തെ മാർക്കറ്റിംഗ് ചെയ്യുന്നത് എങ്ങനെയെന്നൊന്ന് കണ്ടു നോക്കൂ. വന്നപ്പോ മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട് മഹല്ല് ജമാഅത്തിൽപ്പെട്ട ഉമർ ഖാദി തങ്ങൾ ഉപ്പാപ്പന്റെ മഹല്ല് ജമാഅത്തിലെ മെമ്പറായ അവിടുത്തെ കമ്മിറ്റി മെമ്പറൊക്കെ ആയ മൊയ്തുട്ടി ഹാജി എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ലിവറിന് വലിയ പ്രശ്നം. ലിവർ ഇങ്ങനെ ചുരുങ്ങി വരിക, ശരീരം മൊത്തം നീര് കെട്ടി വീർത്തിട്ട് കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത വലിയ ദയനീയാവസ്ഥ. അങ്ങനെ അവര് നേരെ തൃശ്ശൂർ മദർ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർമാരുടെ ചെക്കപ്പുകളും ചികിത്സയിലുമായിട്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു, വളരെ പെട്ടെന്ന് അടിയന്തരമായിട്ട് വലിയ ഓപ്പറേഷൻ ചെയ്യണം. ചെയ്താൽ തന്നെ ഒരു 40% ഞങ്ങൾക്ക് വിജയം പറയാൻ പറ്റൂല. ഏകദേശം ഒരു 40 ലക്ഷത്തോളം രൂപ ചെലവ് വരും. നിങ്ങൾ എന്തു ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരോട് ആരോ പറഞ്ഞ് അമൃത ഹോസ്പിറ്റലിൽ എറണാകുളമുണ്ട്, അവിടെ പോയാൽ എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടി ഇളവ് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ തൽക്കാലം ഡിസ്ചാർജ് വാങ്ങിയിട്ട് എറണാകുളം അമൃത ഹോസ്പിറ്റലിലേക്ക് പോയി. ഒരു മാസത്തോളം അവിടെ അഡ്മിറ്റിലായിട്ട് ഡോക്ടർമാരുടെ പരിശോധനയും മരുന്നും ഒക്കെ ആയിട്ട് കഴിഞ്ഞ് അവസാനം അവര് പറഞ്ഞ് റിപ്പോർട്ട് നൽകിയിട്ട് പറഞ്ഞു, വലിയ ഓപ്പറേഷൻ നടത്തണം, അല്ലാതെ മരുന്ന് ഫലിക്കുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് വളരെ അത്യാസന്ന നിലയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഒരു 40 ലക്ഷത്തോളം ഉറുപ്പിക ചെലവ് വരുമെന്ന് അവിടുന്ന് പറഞ്ഞ അതേ നിലയ്ക്ക് തന്നെയാണ് പറഞ്ഞത്. എന്ത് ചെയ്യണം എന്നറിയാതെ കുടുംബം വിഷമിച്ചുകൊണ്ട് അവരോട് ആരോ പറഞ്ഞിങ്ങനെ ബായാർ എന്ന് പറഞ്ഞ സ്വലാത്ത് നടക്കുന്ന സ്ഥലമുണ്ട്, എത്രയോ മാരകമായ ക്യാൻസർ. ഞാൻ കഴിഞ്ഞ സമയം പറഞ്ഞിട്ടുണ്ട്, സെപ്റ്റംബർ 5-ാം തീയതി വ്യാഴാഴ്ച 4 സ്റ്റേജ് കഴിഞ്ഞ് ബ്രെയിൻ ട്യൂമർ പിടിപെട്ടിട്ട് മെഡിസിനില്ലെന്ന് പറഞ്ഞു മംഗലാപുരം ഹോസ്പിറ്റലിലെ വിദഗ്ധന്മാരായ ഡോക്ടർമാര് 10% പോലും ജീവിതത്തിന് ഗ്യാരണ്ടി പറയാതെ റിജക്ട് ചെയ്തിട്ട് ആംബുലൻസിൽ താങ്ങിപ്പിടിച്ച് ബോധമില്ലാതെ നമ്മുടെ ഈ മുജമ്മന്റെ ഈ പോസ്റ്റിന്റെ അടുത്തേക്കാണ് ആംബുലൻസ് വന്നത്. ഇവിടെ വന്നു അള്ളാന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞു, മന്ത്രിച്ചു. ഈ മഹത്തായ മജ്ലിസിൽ കൂടാൻ നിയ്യത്ത് പറഞ്ഞു. 20-ാം തീയതി സെപ്റ്റംബർ 20-ാം തീയതി ഇങ്ങോട്ട് വരണം, നിയ്യത്ത് ചെയ്യാൻ പറഞ്ഞു. കുടുംബം മൊത്തം മരണത്തെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിൽപ്പിൽ അത്യാസന്ന നിലയിൽ ബോധമില്ലാത്ത അബ്ദുൽ ഹമീദിനെ അള്ളാന്റെ ഹബീബിന്റെ പേരിൽ യാസീൻ ഓതിയിട്ട് മുബീനത്തുമ്പ മന്ത്രിച്ച് ഏകദേശം രാത്രി 11:30-12 മണിയോടടുക്കുമ്പോൾ അബ്ദുൽ ഹമീദിന് ബോധം വന്നു. പിറ്റേന്ന് സുബഹിക്ക് സെപ്റ്റംബർ 6-ാം തീയതി ഹമീദിന്റെ അനുജൻ ഇവിടെ വന്നിട്ട് റൂമിൽ വന്നിട്ട് പറഞ്ഞു, ഒരു ബോട്ടൽ വെള്ളവുമായിട്ട് തങ്ങളെ സന്തോഷം പറയാൻ വന്നതാണ്. ഇച്ച എഴുന്നേറ്റിരുന്നു, ചായ കുടിച്ചു, എഴുന്നേറ്റ് നിൽക്കുന്നു, ആഫിയത്തുണ്ട്. അത് കഴിഞ്ഞ് ഞാനിത് പല സദസ്സിലും പറഞ്ഞതുകൊണ്ട് ചുരുക്കുകയാണ്. സെപ്റ്റംബർ 12-ാം തീയതി വ്യാഴാഴ്ച അസറിന്റെ ശേഷം ഒരാളും പിടിക്കാതെ സഹായമില്ലാതെ അബ്ദുൽ ഹമീദ് നടന്നുകൊണ്ട് നമ്മുടെ മുജമ്മന്റെ പള്ളിയുടെ റൂമിലേക്ക് വന്നു. 20-ാം തീയതി സ്വലാത്തിന്റെ സദസ്സിലേക്കും വന്നു. ഇതുപോലെ ഇന്നും ആ അബ്ദുൽ ഹമീദ് ഉണ്ട്. ആഴ്ചകൾക്ക് മുമ്പ് വന്നപ്പോ ഞാൻ ചോദിച്ചു, ഹമീദെ വല്ല മരുന്നുണ്ടോ? തങ്ങളെ വെള്ളം തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആഴ്ചകൾക്ക് മുമ്പ് വന്നപ്പോ ഞാൻ ചോദിച്ചു, ഹമീദെ വല്ല മരുന്നുണ്ടോ? തങ്ങളെ വെള്ളം തന്നെ ഉള്ളൂ. ഉടുപ്പിയിൽ കുന്താപുരത്തുള്ള ബ്ലഡ് ക്യാൻസർ പിടിപെട്ട നാഫിദ് എന്ന് പറയുന്ന 3.5 വയസ്സുള്ള കുട്ടി, ബ്ലഡ് ക്യാൻസർ ആണ്. മംഗലാപുരം ഹോസ്പിറ്റലിലെ ഡോക്ടർമാര് കൈവിട്ട അവസ്ഥയിലായിരുന്നു. ഇവിടത്തെ സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ടു. ഇന്ന് ആ കുട്ടിക്ക് ക്യാൻസറിന്റെ അംശം ശരീരത്തിൽ ഇല്ല എന്ന റിപ്പോർട്ടുമായിട്ട് ഇന്ന് മാരുവിന്റെ ശേഷം കുന്താപുരത്ത് നിന്ന് ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14 വർഷമായി കല്യാണം കഴിച്ച് മക്കൾ ഉണ്ടാവാൻ ഒരു ചാൻസുമില്ലെന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുകോളിയിലുള്ള സുഹൃത്ത് ഇന്നൊരു കുട്ടിയുടെ പിതാവാണെങ്കിൽ, ഞാൻ പറഞ്ഞു 23 വർഷമായി കല്യാണം കഴിച്ച് മക്കൾ ഉണ്ടാകാൻ ഒരു ചാൻസുമില്ലെന്ന് പറഞ്ഞ നമ്മുടെ മേർക്കള യൂസുഫ് എന്ന് പറയുന്ന സുഹൃത്ത് എന്നൊരു കുട്ടിയുടെ പിതാവാണെങ്കിൽ,
തളങ്കര മാലിക് ദീനാർ മഹല്ല് ജമാഅത്തിൽപ്പെട്ട ഉസ്മാൻ എന്നൊരു കുട്ടിയുടെ പിതാവാണ്. 22 വർഷമായി കല്യാണം കഴിച്ച്. ഈ മജ്ലിസുമായി ബന്ധപ്പെട്ടിട്ട് ഇതുപോലെ ആയിരക്കണക്കിന് അനുഭവങ്ങൾ, മാരകമായ രോഗങ്ങൾ പിടിപെട്ട് 2 കിഡ്നിയും ഫെയിൽഡായിട്ട് ഡയാലിസിസ് പോലും നടക്കൂല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാര് കൈയൊഴിഞ്ഞ രോഗികൾ മയ്യത്ത് പോലെ താങ്ങിപ്പിടിച്ച് ഈ മജ്ലിസിലേക്ക് എത്തിയിട്ട് സുഖം കിട്ടിയ ആയിരക്കണക്കിന് അനുഭവങ്ങൾ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ്. സുഖം കിട്ടിയ ആയിരക്കണക്കിന് അനുഭവങ്ങൾ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ്. സുഖം കിട്ടിയ ആയിരക്കണക്കിന് അനുഭവങ്ങൾ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ്. എന്തൊക്കെയാ ഇപ്പം പറഞ്ഞത്? വിശദീകരിക്കണോ? എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്? ഹമീദിന്റെ രോഗം മാറ്റി. അതുപോലെ തന്നെ അത് മന്ത്രിച്ച വെള്ളം മാത്രമേ ഉള്ളൂ. രോഗിക്ക് ചികിത്സക്ക് ഡോക്ടർ കൊടുത്ത മരുന്നൊന്നുമില്ല. ഇപ്പം വെള്ളം മാത്രമേ ഉള്ളൂ. തങ്ങൾ മന്ത്രിച്ച വെള്ളം. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ എത്ര ആൾക്ക് കുന്താപുരത്ത് നിന്ന് ഒരു സഹോദരന്റെ ബ്ലഡ് ക്യാൻസർ മാറ്റിയത്. അതുപോലെ തന്നെ ഒരു 16 വർഷം കല്യാണം കഴിഞ്ഞിട്ട് കുട്ടിയില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാക്കി കൊടുത്തത്. അതുപോലെ തന്നെ 23 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാക്കി കൊടുത്തത്. അതുപോലെ തന്നെ 22 വർഷം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാക്കി കൊടുത്തത്. ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഒക്കെ. എന്താണ് മുള്ളൂർക്കര നേരത്തെ പറഞ്ഞത്? മറന്നിട്ടില്ലല്ലോ. ഒന്നുകൂടി കേൾക്കണോ? എന്താണ് പറഞ്ഞത്? ഒന്നുകൂടി കേട്ടോ. ഓർക്കുന്നത് നല്ലതാണ്. അത് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു വേണ്ട. അതിന്റെ ബർക്കത്താ തങ്ങൾ പറയണ്. മാറി എന്ന് പറയുമ്പോ മാറണു. മടവൂർ CM വലിയെന്ന് പറഞ്ഞ എന്താ? രോഗിയായിട്ട് ചെന്ന അത് വേണ്ട. അല്ലാതെ അല്ലാഹു മശ്ഫീ എന്നല്ല പറയല്. അത് വേണ്ട. അത് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു വേണ്ട. അതിന്റെ ബർക്കത്താ തങ്ങൾ പറയണ്. മാറി എന്ന് പറയുമ്പോ മാറണു. മടവൂർ CM വലിയെന്ന് പറഞ്ഞ എന്താ? രോഗിയായിട്ട് ചെന്ന അത് വേണ്ട. എന്താണ് വേണ്ട? അല്ലാതെ അല്ലാഹു മശ്ഫി എന്നല്ല, വേണ്ട. ഈ രൂപത്തിൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ട് സമൂഹത്തെ പറ്റിക്കുന്നതിനെയാണ് ഹുസൈൻ സലഫി ചോദ്യം ചെയ്തിട്ടുള്ളത്. മനസ്സിലായല്ലോ? ബഹുമാന്യ പണ്ഡിതൻ നിങ്ങളുടെ ആരുടെയും കുടുംബകാര്യം പറയാനല്ല പ്രസംഗിച്ചത്. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാനല്ല സംസാരിച്ചത്. പാമര ജനതയെ പറ്റിക്കുന്നതിനെ ഒരു പണ്ഡിതൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കർത്തവ്യം അദ്ദേഹം നിർവഹിച്ചതാണ്. കൃത്യവും വ്യക്തവുമായി അദ്ദേഹം അവിടെ സംസാരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഏതാനും ഭാഗങ്ങൾ മുറിച്ചെടുത്ത് നിനക്ക് വേണ്ട രൂപത്തിൽ നീ വ്യാഖ്യാനിച്ചുകൊണ്ട് സമൂഹത്തെ വഞ്ചിക്കുന്നു. അതാണ് നീ ഇവിടെ ചെയ്തത്. തനി ദജ്ജാലിസമാണ് നീ ഇവിടെ ചെയ്തത്. സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇത്തരം ദജ്ജാലുകളുടെ ഫിത്നയിൽ നിന്ന് അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാഹ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.